ഓക്കെ. ഹലോ ഗൈസ്. അപ്പം ഞാൻ ചുമ്മാ ബോറടിച്ചിരുന്നതുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ വെറുതെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. അപ്പം അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുമ്പം ഏതാ? ഗ്ലൈസിൻ. നമുക്കപ്പം ഗ്ലൈസിൻ എന്ന് തുടങ്ങാം. നമ്മുടെ അമിനോ ആസിഡിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ COH ഒരു സൈഡിൽ, NH2 ഒരു സൈഡിൽ, മുകളിലൊരു H, താഴെയാണ് നമ്മുടെ വേരിയബിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഗ്ലൈസിൻ്റെ കേസിൽ അതൊരു H ആണ്. നമുക്കിപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ട്രക്ചറൂടെ നമുക്ക് ബാക്കി കുറച്ച്, അതായത് എല്ലാ അമിനോ ആസിഡും അല്ല, കുറച്ച് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പം നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് അലാനിൻ. ഇത് കഴിഞ്ഞ് അലാനിനാണ് എളുപ്പം. അലാനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെയിം തിങ്. ബേസിക് സ്ട്രക്ചർ ആദ്യം വരയ്ക്കുക, H, പിന്നെ താഴോട്ട് Hന് പകരം ഒരു CH3 ഗ്രൂപ്പ്. ഓക്കെ. ഇനി അടുത്ത ആളെന്ന് പറയുമ്പോൾ വാലിൻ. വാലിൻ്റെ കേസിൽ ഞാൻ ഈ ഒരു ഗ്രൂപ്പ് കോപ്പി ചെയ്ത് വെച്ചേക്കാം. വാലിൻ്റെ കേസിൽ ഒരു CH വന്നിട്ട് ബാക്കി രണ്ട് സൈഡിലോട്ട് ഒരു CH3, ഒരു CH3 എന്നും പറഞ്ഞ് ഇങ്ങനെയാണ് സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ സിംഗിൾ ലെറ്റർ കോഡോട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ എന്ന് പറയുമ്പോൾ G, പിന്നെ A, അതിനുശേഷം V. പിന്നെ അടുത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ വാലിൻ കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ല്യൂസിനാണ്. ല്യൂസിൻ സിമിലർ ടു വാലിനാണ്, പക്ഷേ ഡിഫറൻസ് വരുന്നത് അവർക്ക് ഒരു CH2 കൂടെ വരും. ല്യൂസിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുമ്പോൾ L ആണ്. അപ്പം ബേസിക് സ്ട്രക്ചർ വരയ്ക്കുക. അതിനുശേഷം ഒരു CH2, ഒരു CH, പിന്നെ രണ്ട് CH3. ഓക്കെ. ഇത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഇപ്പം ഐസോല്യൂസിനാണ്. ഐസോല്യൂസിൻ ആസ് എ നെയിം സജസ്റ്റ്, ഐസോല്യൂസിൻ എന്ന് പറയുമ്പോൾ ല്യൂസിൻ്റെ ഒരു ഐസോമറാണ് ഐസോല്യൂസിൻ. ഐസോമർ എന്തുവാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സെയിം മോളിക്കുലർ ഫോമിൽ ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോമിൽ, അങ്ങനെയാണ്. ഐസോമേഴ്സിന് തന്നെ പല ടൈപ്സ് ഓഫ് ഐസോമറൊക്കെ ഉണ്ട്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. NH2 ഇത് ബേസിക് സ്ട്രക്ചറായി. പിന്നെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH ഒരു സൈഡിലോട്ട് CH3, മറ്റൊരു സൈഡിലോട്ട് CH2, പിന്നെ CH3. ഇതാണ് ഐസോല്യൂസിൻ. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരാളൂടെ നോക്കാം, ത്രിയോണിൻ. ത്രിയോണിനും വാലിനും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചറാണ്. പിന്നെ ചെറിയ ഡിഫറൻസ് വരുന്നത് നമുക്ക് അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി, അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. CH ഒരു സൈഡിൽ CH3, മറ്റൊരു സൈഡിൽ OH, അതാണ് ഡിഫറൻസ്. ഇതാണ് ത്രിയോണിൻ. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകാർ, ഈ 6 അമിനോ ആസിഡ് പഠിക്കാൻ എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു. സ്ട്രക്ചറൊക്കെ ഇങ്ങനെ വരച്ച് പഠിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എല്ലാം കാണാതെ പഠിക്കാനേ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും, കുറച്ചുകൂടി ഈസി ആവും. അല്ലാതെ നമ്മൾ റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ അമിനോ ആസിഡ് എടുത്ത് പഠിച്ചാൽ അത് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആവത്തേ ഉള്ളൂ. പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പഠിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ. അടുത്ത സെറ്റിലേക്ക് പോകും. അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറിൻ എന്ന് പറയുമ്പോൾ ഇവർ സിമിലർ ടു അലാനിനാണ്. പക്ഷേ അലാനിൽ CH3 പകരം അത് CH2 ആയി താഴേക്ക് ഒരു OH വരും. അപ്പോൾ നമുക്ക് ബേസിക് സ്ട്രക്ചർ വരയ്ക്കാം. COH, NH2, താഴോട്ട് CH2, പിന്നെ ഒരു OH. ഇതാണ് സെറിൻ. ഇനിയുള്ളത് സിസ്റ്റീൻ.
സിസ്റ്റീൻ ഏത് ഗ്രൂപ്പിൽ വരുന്ന അമിനോ ആസിഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൾഫർ കണ്ടെയ്നിങ് ആണ്. അപ്പം ബേസിക് ഗ്രൂപ്പ് വരയ്ക്കുക. അതിനുശേഷം സെറിൻ പോലെ തന്നെ CH2 എഴുതുക. പിന്നെ ഒരു SH ഗ്രൂപ്പാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം മെത്തിയോണിൻ. ഇവരും സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡാണ്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആയതുകൊണ്ട് ഇവരുടെ സ്ട്രക്ചറൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ലൈക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പം ഒരു സൾഫർ കണ്ടെയ്നിങ് ആണ്. സിസ്റ്റീനും മെത്തിയോണും സൾഫർ കണ്ടെയ്നിങ് ആണ്. CM എന്ന് ഓർക്കാം. CH2 ഉണ്ട്, ഒരു CH2 കൂടെ ഉണ്ട്, ഒരു S, അതിനുശേഷം CH3. ഇങ്ങനെയാണ് മെത്തിയോണിൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഇവരെ നോക്കാം. ആസിഡ്സും ബേസിസും എന്ന് പറയുമ്പോൾ അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടാമേറ്റ്, അസ്പരാജിൻ, ഗ്ലൂട്ടാമിൻ, ഈ 4 പേര്. aspartate or aspartic acid, ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സെയിം ആസ് അലാനിൻ. അലാനിനോട് CH3 ആണ്. CH3ന് പകരം ഇവിടെ ഒരു ഹൈഡ്രജൻ മാറ്റി CH2 ആവും. താഴേക്കൊരു COOH. COOH വരുമ്പോഴല്ലേ ആസിഡ് ആവുന്നത്. COOH ആണ് കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതേപോലെ തന്നെ ഗ്ലൂട്ടാമേറ്റ് ഓർ ഗ്ലൂട്ടാമിക് ആസിഡ്. ഇവർക്കൊരു CH2 എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ ഡിഫറൻസ്. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ CH2 COOH ഇത്രേ ഉള്ളൂ. ഇനി അസ്പരാജിന് ഒരു C ഡബിൾ ബോണ്ട് NH2 ഗ്രൂപ്പ് ഉണ്ട്. അതാ ഡിഫറൻസ്. അസ്പരാജിൻ എന്ന് വരുമ്പോൾ ഇതാണ് അസ്പരാജിൻ്റെ സ്ട്രക്ചർ. ഒരു CH2, പിന്നെ ഒരു C ഡബിൾ ബോണ്ടോ NH2. ഗ്ലൂട്ടാമിൻ്റെ കേസിലും സെയിം തിങ്. ഒരു CH2 എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ ഡിഫറൻസ്. CH2 C ഡബിൾ ബോണ്ടോ NH2. ഇവരുടെയൊക്കെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുമ്പം സെറിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് S ആണ്. സിസ്റ്റീൻ C, മെത്തിയോണിൻ M. അസ്പാർട്ടേറ്റ് അല്ലെ അസ്പാർട്ടിക് ആസിഡിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് D ആണ്. ഗ്ലൂട്ടാമേറ്റ് അല്ലെ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ E, അസ്പരാജിൻ്റെ N, ഗ്ലൂട്ടാമിൻ്റെ Q. ഇതുവരെ മനസ്സിലായോ? ഓക്കെ. ഇവിടെ വരെ ഉള്ളത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ജസ്റ്റ് നമുക്ക് ബ്രാഞ്ച് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണെന്നും എത്ര CH2 ഗ്രൂപ്പ് ഓരോന്നിനും ഉണ്ടെന്നും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയുള്ളതിൽ നമുക്ക് ബെൻസീൻ റിംഗ് വരുന്നുണ്ട്. പിന്നെ പ്രോലിൻ പഠിക്കണം. പ്രോലിൻ ഒരു ഇമ്യൂനോ ഗ്രൂപ്പുള്ള അമിനോ ആസിഡാണ്. പിന്നെ ലൈസിനുണ്ട്. അതേപോലെ തന്നെ ആർജിനിനും ഹിസ്റ്റഡിനും. അതുകൂടെ നോക്കാം. അപ്പം ആദ്യം ഫിനൈൽ അലാനിനാവാം. ഇതിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് F ആണ്. അപ്പോൾ ഫിനൈൽ അലാനിന് സെയിം ഇനിഷ്യൽ സ്ട്രക്ചർ. അതിൻ്റെ കൂടെ അഗൈൻ ഇവരെയും അലാനിൽ നിന്ന് തന്നെയാണ് എഴുതുന്നത്. CH2
അലാനിൻ്റെ ഗ്രൂപ്പ് എന്തുവാ CH3. അപ്പോൾ ആദ്യം ഒരു H മാറ്റി CH2 ആക്കിയിട്ട് ഇവിടെ ഒരു ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് ഫിനൈൽ അലാനിൻ. ടൈറസിനും ഇതുപോലെ തന്നെ. ടൈറസിൻ്റെ സിംഗിൾ ലെറ്റർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് Y ആണ്. അപ്പം H, C, COOH, NH2, CH2, ബെൻസീൻ റിങ്, പിന്നെ താഴേക്ക് ഒരു OH കൂടെ വരുന്നുണ്ട്. അതാണ് ടൈറസിൻ. നെക്സ്റ്റ് വൺ ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് W ആണ്. ട്രിപ്റ്റോഫാന് അഗൈൻ സെയിം ബേസിക് സ്ട്രക്ചർ, അതിന് മാറ്റമൊന്നുമില്ല ആർക്കും. താഴേക്കൊരു CH2, പിന്നെ ഒരു CH2, പിന്നെ അതിൻ്റെ താഴെ ഒരു നൈട്രജൻ കണ്ടെയ്നിങ് 5 റിംഗ് സ്ട്രക്ചറാണ്. അതിൻ്റെ താഴേക്ക് പിന്നെ വരയ്ക്കേണ്ട. ഇവിടെ ഒരു നൈട്രജൻ, അതിലേക്കൊരു H, ഇവിടെ നിന്നൊരു ഡബിൾ ബോണ്ടും ഉണ്ട്. പിന്നെ താഴത്തെ സൈഡിൽ നിന്ന് നമ്മൾ ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഇൻഡോൾ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അല്ലാതെ പഠിക്കാൻ എന്നല്ലാതെ വേറെ വഴിയില്ല. ആദ്യത്തെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്കങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റൂ. ഇവരെ ഈ ഇൻഡോൾ ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഉള്ളതാണ് പ്രോലിൻ. പ്രോലിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് P ആണ്. അഗൈൻ ഇവർക്ക് നമ്മുടെ ബേസിക് സ്ട്രക്ചർ, അതായത് ഞാനിപ്പോൾ ഈ വരച്ചേക്കുന്ന സാധനത്തിനെ ഇൻക്ലൂഡ് ചെയ്താണ് സ്ട്രക്ചർ വരുന്നത്. അതായത് ഇതിൽ ചേഞ്ച് ഉണ്ട്. ഇതിനെ സൈക്ലൈസ് ചെയ്യും, സെപ്പറേറ്റഡ് ആയിട്ടൊരു റിംഗ് പോലെയല്ല. അപ്പോൾ ഇതിനെ സൈക്ലൈസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് താഴേക്കൊരു CH2, ഇവിടെ നിന്നൊരു CH2, ഇവിടെ നിന്നൊരു CH2, ഇവിടെ നിന്ന് നൈട്രജനിലേക്ക്. ഇതാണ് പ്രോലിൻ. ഈ ഗ്രൂപ്പിനെ നമ്മൾ ഇമ്യൂനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള ഒരു ചെറിയ കറക്ഷനുണ്ട്. നമ്മൾ ഒരു ഹൈഡ്രജൻ മാറിയിട്ടാണ് അവിടെ ഒരു ബോണ്ട് വരുന്നത്. സോ അവിടെ NH എന്ന് മാത്രമേ ഉള്ളൂ, NH2 ഇല്ല. ഓക്കെ, ഇപ്പോൾ എത്രയായി? 6, 9, 13, 15, 17. ഇനി 3 പേരും ഇവിടെ. ഇനിയുള്ള 3 അമിനോ ആസിഡ് എന്ന് പറയുന്നത് ലൈസിൻ. ലൈസിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് K ആണ്. ഇവർ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. നമുക്ക് ബേസിക് സ്ട്രക്ചർ ഉണ്ട്. അതിനുശേഷം താഴേക്ക് 1, 2, 3, 4, പിന്നെ ഒരു NH2. അപ്പം 4 CH2 ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഒരു NH2 ഗ്രൂപ്പ്. ഇതാണ് ലൈസിൻ.
ഓക്കെ, നെക്സ്റ്റ് ആളെന്ന് പറയുമ്പോൾ ആർജിനിൻ. ആർജിനിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, ബേസിക് സ്ട്രക്ചർ. ഇവർക്കും ഓൾമോസ്റ്റ് സിമിലർ ആണ്, എക്സെപ്റ്റ് നമുക്കിവിടെ 3 CH2 ഗ്രൂപ്പേ ഉള്ളൂ. പിന്നെ ഒരു NH ഗ്രൂപ്പ്, അതിനുശേഷം ഒരു കാർബൺ, ഒരു ഡബിൾ ബോണ്ട് NHഉം ഒരു NH2. ഇതിങ്ങനെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് എളുപ്പമാക്കാൻ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് വൺ ഹിസ്റ്റഡിൻ. ഹിസ്റ്റഡിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് H ആണ്. ബേസിക് സ്ട്രക്ചർ വരയ്ക്കുക, അതിനുശേഷം ഒരു CH2, അതിനുശേഷം ഒരു നൈട്രജൻ കണ്ടെയ്നിങ് റിങ്. ഈ റിങ്ങിനെ പറയുന്ന പേരാണ് ഇമീഡസോൾ റിങ്. ഓക്കെ, അപ്പം നമുക്ക് 20 അമിനോ ആസിഡ്സുമായി ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം. ഗ്ലൈസിനാണ് നമ്മുടെ ഫസ്റ്റ് അമിനോ ആസിഡ് നമുക്ക് കൺസിഡർ ചെയ്യാം, ഗ്ലൈസിൻ. കാരണം അവരുടെ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് H ആണ്. അതിനുശേഷം അലാനിൻ, CH3 ഗ്രൂപ്പാണ് അവർക്ക് വരുന്ന ആർ ഗ്രൂപ്പ്. പിന്നെ അവിടുന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എഴുതാൻ പറ്റും. വാലിൻ എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ മാറ്റിയിട്ട് 2 സൈഡിലേക്ക് ഒരു CH3 ഗ്രൂപ്പ്, CH3. അതിനുശേഷം ല്യൂസിൻ, അഗൈൻ സിമിലർ തിങ്, പക്ഷേ ഒരു ഹൈഡ്രജൻ മാറ്റി ഒരു CH ഗ്രൂപ്പ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ബ്രാഞ്ചായിട്ട് CH3 ആഡ് ചെയ്യും. ഐസോല്യൂസിനും ല്യൂസിനും ഐസോമേഴ്സാണ്, അതുകൊണ്ട് അവരുടെ സ്ട്രക്ചറിൽ ചെറിയ ഡിഫറൻസ് വരുന്നു. അതുകൊണ്ട് CH എന്ന് ഫസ്റ്റ് എഴുതിയതിന് ശേഷം ഒരു സൈഡിലേക്ക് CH2 CH3യും മറ്റൊരു സൈഡിലേക്ക് CH3 മാത്രം. ത്രിയോണിൻ വാലിൻ്റെ സിമിലർ സ്ട്രക്ചറാണ്, പക്ഷേ അവർക്ക് ഒരു സൈഡിൽ CH3ന് പകരം ഒരു OH ഗ്രൂപ്പാണ്. ഇനിയുള്ളത് സെറിൻ അലാനിൽ നിന്ന് തന്നെ എഴുതാം. CH3യിൽ ഒരു H കളഞ്ഞതിന് ശേഷം ഒരു OH ആഡ് ചെയ്യുമ്പോൾ അത് സെറിനാവും. H കളഞ്ഞ് ഒരു SH ആഡ് ചെയ്താൽ അത് സിസ്റ്റീനാവും. ഒരു H കളഞ്ഞ് CH2 ഗ്രൂപ്പ് S, പിന്നെ ഒരു CH3 കൂടെ ആഡ് ചെയ്താൽ അത് മെത്തിയോണിനാവും. പിന്നെ ഉള്ളത് അസിറ്റിക്കും ബേസിക്കും. അസ്പാർട്ടേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അസ്പാർട്ടേറ്റിനെ ഇങ്ങനെയും കൂടെ എഴുതാം കേട്ടോ. നമുക്ക് ഈ അസ്പരാജിനും അസ്പാർട്ടേറ്റിനും സിമിലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതി കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ അല്ലേ. ആകെ ചേഞ്ച് വരുന്നത് OH മാറി NH2 ആവുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓർക്കാം. അസ്പാർട്ടേറ്റ് ആണ്, എഗൈൻ അലാനിൽ നിന്ന് തന്നെ ഒരു H കളഞ്ഞ് COH ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് അസ്പാർട്ടേറ്റ് ആവും. ഒരു H കളഞ്ഞ് CH2 COOH ആഡ് ചെയ്താൽ അത് ഗ്ലൂട്ടാമേറ്റ് ആവും. എഗൈൻ അസ്പരാജിനാവാൻ ഒരു H കളഞ്ഞ് CONH2 ആഡ് ചെയ്താൽ അത് അസ്പരാജിൻ. CH2 CONH2 ആഡ് ചെയ്താൽ അത് ഗ്ലൂട്ടാമിനാവും. നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ അരോമാറ്റിക്കിലേക്കാണ് പോയത്. അപ്പം എഗൈൻ സെയിം തിങ്, അലാനിൽ നിന്നും ഒരു H കളഞ്ഞ് ഒരു ബെൻസീൻ റിങ് ആഡ് ചെയ്താൽ അത് ഫിനൈൽ അലാനിനായി. ഒരു ഹൈഡ്രോക്സി ബെൻസീൻ ആഡ് ചെയ്താൽ അത് ടൈറസിനായി. അതേപോലെ ഒരു ഇൻഡോൾ ഗ്രൂപ്പ് ആഡ് ചെയ്താൽ അത് ട്രിപ്റ്റോഫാനായി. പിന്നെ പ്രോലിൻ നമുക്ക് നമ്മുടെ ബേസിക് സ്ട്രക്ചർ തന്നെ സൈക്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോലിനാവുന്ന താഴേക്ക് ഒരു CH2, വേറൊരു CH2, വേറൊരു CH2. അപ്പോൾ 3 CH2ഉം പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള NH2വിൽ നിന്ന് ഒരു H കളഞ്ഞ് NH ആയി അതിലേക്ക് ബോണ്ട് പോകുമ്പോഴത് പ്രോലിനാവുന്നത്. ഈ ഗ്രൂപ്പിനെ ഇമ്യൂനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള 3 പേര് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ലൈസിന് അവർക്ക് 4 CH2 ഗ്രൂപ്പിന് ശേഷം ഒരു NH2 ഗ്രൂപ്പ് വന്നു. അതാണ് ഒരു കീ ഫാക്ടർ. പിന്നെ ആർജിനാണെങ്കിൽ സിമിലർ തിങ്, 3 CH2 ഗ്രൂപ്പും അതിനുശേഷം ഒരു NH, ഒരു കാർബൺ, പിന്നെ ഒരു NH2 ഡബിൾ ബോണ്ട് NH എന്ന് പറഞ്ഞു വന്നു.
പിന്നെയുള്ളത് ഹിസ്റ്റഡിന് അലാനിൽ നിന്നും ഒരു എച്ച് കളഞ്ഞതിന് ശേഷം ഒരു ഇമീഡസോൾ റിങ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹിസ്റ്റഡിൻ കിട്ടുന്നത്. യാ, ഇപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷേ ഇത് വരച്ച് പഠിച്ചാൽ മതി, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ പറഞ്ഞ റൂട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്ട്രക്ചറെല്ലാം നമുക്ക് എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും.